പ്രൈസ് ലോർഡ്. പ്രൈസ് ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലും അതേ പതിവ് പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നോട് അറിയിച്ചത്, അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് അറിയിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അനുഭവിച്ച ദൈവസാന്നിധ്യം, ഞാൻ കേട്ട ദൈവത്തിൻ്റെ ശബ്ദം, അതെ നിങ്ങൾ ഇപ്പോൾ മുതൽ അനുഭവിച്ചു തുടങ്ങുവാൻ ആ ദൈവത്തിൻ്റെ ശബ്ദം, അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നിലൂടെ നിങ്ങൾ കേൾക്കുവാൻ ഇന്നായിരിക്കുന്ന അവസ്ഥകൾ മാറുവാൻ വിശ്വാസം വലിയതായിരിക്കട്ടെ. വലിയ വിശ്വാസം വലിയ അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. മറ്റൊന്നും നോക്കേണ്ട, സാഹചര്യം നോക്കേണ്ട, അവസ്ഥ നോക്കേണ്ട. വിശ്വസിക്കുക, കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഒരു നിമിഷം നെഞ്ചത്ത് കരം വെച്ച് പറയേ, അപ്പാ ഇതെൻ്റെ സമയം, ഞാൻ അത്ഭുതം കാണുന്ന സമയം, എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്ന സമയം, ഞാൻ ഏറ്റവും നല്ലതും ശ്രേഷ്ഠമേറിയതും അങ്ങിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന സമയം. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ദൂത് ഇതാണ്: അവർക്ക് കൊത്തിപ്പറിക്കുവാൻ, അവർക്ക് കുറ്റം പറയുവാൻ, അവർക്ക് പരിഹസിക്കുവാൻ ഇനി എൻ്റെ ദൈവം നിന്നെ ഇട്ടുകൊടുക്കത്തില്ല. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ അതേ പരിശുദ്ധാത്മാവിനാൽ ദൂത് വിളിച്ചു പറയട്ടെ: ഇനിയും അവർക്ക് കുറ്റം പറയുവാൻ, ഇനിയും അവർക്ക് കൊത്തിപ്പറിക്കുവാൻ, ഇനിയും അവർക്ക് പരിഹസിക്കുവാൻ, ഇനിയും അവർക്ക് നിന്ദിക്കുവാൻ, ഇനിയും അവർക്ക് അപമാനിക്കുവാൻ, അതേ അവരുടെ മുമ്പിൽ തലകുനിക്കുവാൻ, കൈനീട്ടി ലജ്ജ കൂടാതെ നിൽക്കുവാനായി അവിധത്തിലൊരു ജീവിതമായി എൻ്റെ ദൈവം നിന്റെ ജീവിതത്തെ ശേഷിപ്പിക്കത്തേയില്ല. സഹോദര സഹോദരി, ന്യായിരിക്കുന്ന സ്ഥാനത്ത് അതേ അവിധത്തിൽ അവർക്ക് കുറ്റം പറയുവാൻ, അവർക്ക് പരിഹസിക്കുവാൻ, അയ്യോ ഇതെന്തൊരു നശിച്ച ജീവിതമാണ്, മറ്റുള്ളവർക്ക് കളിയാക്കുവാനും, മറ്റുള്ളവർക്ക് കുറ്റം പറയുവാനും, മറ്റുള്ളവർക്ക് പരിഹസിക്കുവാനും, അയ്യോ എന്നെ എന്തിനിങ്ങനെ സൃഷ്ടിച്ചു ദൈവമേ, എനിക്ക് എന്തിനിങ്ങനെ ഒരു ജീവിതം തന്നു, ഞാൻ എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ച് നീ കരയുക. സ്തോത്രം. നിന്റെ കണ്ണുനീരിനെ കുറിച്ചാ സ്തോത്രം. അതേ നിനക്ക് വേണ്ടിയാ ഈ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ഞാൻ ദൈവസന്നിധിയിലായിരുന്നത്. നിനക്ക് വേണ്ടിയാ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ കേൾക്ക്. കുറ്റം പറച്ചിൽ, പരിഹാസം, പഴി പറച്ചിൽ, അയ്യോ സ്തോത്രം, നിർത്തുന്നതേയില്ല. കാരണം കണ്ടുപിടിച്ച് സ്തോത്രം. ചില പരിമിതികളെ മുൻനിർത്തി സ്തോത്രം. ചില പരിമിതികളെ, നിന്റെ ജീവിതത്തിലെ ചില പരിമിതികളെ, കുറ്റമല്ല പരിമിതികളെ നോക്കൂ. അവിടെ ഒരു മനുഷ്യൻ, അവൻ കുരുടനാണ്, അവൻ പിറവിയിലേ കുരുടനാണ്. അവൻ എന്ത് ചെയ്തിട്ടാ അല്ലേ? അതവൻ്റെ പരിമിതിയാണ്, അവൻ്റെ കുറ്റമല്ല, നിങ്ങളുടെ കുറ്റമല്ല. അതെ, അവരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കുവാൻ കഴിയുന്നത് പോലുള്ള ഒരു ജോലി നിങ്ങൾക്കില്ലാത്തത് നിങ്ങളുടെ കുറ്റമല്ല. കൈനീട്ടേണ്ടി വരുന്നത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ ഗതികേടാണ്, പരിമിതിയാണ്. പ്രതിവാദം പറയുവാൻ കഴിയാതിരിക്കുന്നത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ പരിമിതിയാണ്. ആ നല്ല സ്ഥാനങ്ങളിൽ എത്തുവാൻ കഴിയാതിരിക്കുന്നത് നിങ്ങളുടെ കുറ്റമല്ല, പരിമിതിയാണ്. അല്ലേ? ഒരു കൂട്ടം ആളെ ചേർത്ത് നിർത്തി അവർക്ക് വിരോധമായി യുദ്ധം ചെയ്യുവാൻ പറ്റാത്തത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ പരിമിതിയാണ്. നിങ്ങളുടെ പരിമിതികളെ ചൂണ്ടിക്കാട്ടി കുറ്റം വിധിക്കുന്നവരുടെ മധ്യേ ഇനി എൻ്റെ യേശു നിന്നെ ഇട്ടുകൊടുക്കത്തില്ല. 9-ാമത്തെ അധ്യായം യോഹന്നാൻ സുവിശേഷം എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു അധ്യായമാണ്. ആ അധ്യായം മുഴുവൻ ഏകദേശം ഈ മനുഷ്യൻ്റെ സാക്ഷ്യമാണ്. പല ഡയമെൻഷനുകളിൽ ഈ സാക്ഷ്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഏതൊക്കെ ഡയമെൻഷനിൽ അത് ചിന്തിച്ചാലും 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ കാഴ്ച പ്രാപിച്ച് കുറ്റം പറയുന്നവരുടെ മുമ്പിൽ മടങ്ങി വന്നു. ഒരിക്കൽ കൂടി
സന്തോഷത്തോടെ പറയട്ടെ, നീ ആ പരിമിതിയെ മറികടന്ന്, അതെ ആ ഇല്ലായ്മയെ മറികടന്ന് നിന്നെ വിധിക്കുന്ന, നിന്നെ കുറ്റം പറയുന്ന, നിന്നെ അപമാനിക്കുന്നവരുടെ മുമ്പിൽ നീ മടങ്ങി വരും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പരിമിതികളുള്ളവനായി, പലതും ഇല്ലാത്തവനായി നിന്നെ കണ്ടവരുടെ മധ്യത്തിൽ എൻ്റെ യേശു നിനക്ക് വേണ്ടത് തന്ന്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നീ ആഗ്രഹിക്കുന്ന ആ ജോലി, തലനിവർത്തി നിൽക്കുവാൻ കഴിയുന്ന ആ ജോലി, മറ്റുള്ളവരോട് പ്രതിവാദം പറയുവാൻ കഴിയുന്ന ജോലി, ആ കൂട്ടത്തിന് മധ്യത്തിൽ നിവർന്ന് നിൽക്കുവാൻ കഴിയുന്ന ജോലി, അതെ അത് തന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇന്ന് ജോലിയുണ്ട്, ഓ സ്തോത്രം, നീ അവിടെ എത്തി, ജോലിയുണ്ട്. പക്ഷെ ആ ജോലി കൊണ്ട് നീ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ വിധിക്കലിൽ നിന്ന്, കുറ്റം പറയലിൽ നിന്ന്, പരിഹാസത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയുന്നില്ല. അർത്ഥം അത് പോരാ, ചില പരിമിതികളുണ്ട്. ഓ സ്തോത്രം, പരിമിതി ഉള്ളത് കൊണ്ടാണ് കൈനീട്ടേണ്ടി വരുന്നത്. ആമേൻ സ്തോത്രം. പരിമിതി ഉള്ളത് കൊണ്ടാണ് അവധി പറയേണ്ടി വരുന്നത്. പരിമിതി ഉള്ളത് കൊണ്ടാണ് പ്രിയ മക്കൾ, ഓ സ്തോത്രം, അവർക്ക് വേണ്ടി അതിൻ്റെ നല്ല യൗവനത്തെ നീ നഷ്ടപ്പെടുത്തി കളയുന്നത്, നിന്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയുന്നത്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും, എനിക്ക് അധികം എന്ത് ചെയ്യുവാൻ കഴിയും, നീ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമൊക്കെ അതാ. പക്ഷെ അവർ ചോദിക്കുമ്പോൾ പോലും അവധി പറയേണ്ടി വരുന്നത് പരിമിതി ഉള്ളത് കൊണ്ടാണ്. അവധി പറച്ചിലിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. സഹോദരി സഹോദര, മക്കളുടെ ആവശ്യങ്ങൾക്ക് പോലും അവധി പറയുന്ന അനുഭവത്തിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ പരിമിതിയെ മറികടക്കുവാൻ വേണ്ടത്, ആമേൻ സ്തോത്രം, അവരുടെ കുറ്റം പറയലിന് കാരണമായിരിക്കുന്ന പരിമിതി, സ്തോത്രം, അവന് കാഴ്ചയില്ല. കുറ്റം പറഞ്ഞവർക്കൊപ്പം നിൽക്കുവാനുള്ള ചിലത് അവൻ്റെ ജീവിതത്തിലില്ല. പരിമിതി, ആ പരിമിതിയെ, ഓ സ്തോത്രം, ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ആ പരിമിതിയെ മറികടക്കുവാൻ വേണ്ടത് യേശു നൽകി. അവനെ മടക്കി വരുത്തി. ആരുടെ മധ്യത്തിൽ? ആരാണോ അവനെ കുറ്റം പറഞ്ഞത് അവരുടെ മധ്യത്തിൽ തന്നെ. നിന്നെ പരിഹസിച്ചവരുടെ, നിന്നെ നിന്ദിച്ചവരുടെ, നിന്നെ കളിയാക്കിയവരുടെ മധ്യത്തിൽ തന്നെ എൻ്റെ യേശു നിന്നെ മടക്കി വരുത്തി തല നിവർത്തി നിൽക്കുമാറാക്കും. സഹോദരി, നിന്നെ ആ ഭവനത്തിലേക്ക് എൻ്റെ യേശു മടക്കി വരുത്തും. ചില പരിമിതികളെ തുടർന്ന്, ഓ താങ്ക് യു ലോർഡ്, എന്ത് പറഞ്ഞിട്ട് അവർ ഓടിച്ചത്? സ്തോത്രം. അവർക്കുണ്ടെന്ന് അവർ പറയുന്ന പലതും നിനക്കില്ല എന്ന് കണ്ടിട്ട്, അത് നിന്റെ കുറ്റമായി കണ്ടിട്ട്, ആ സ്തോത്രം, ഇവിടെ നോക്കിയേ, പാപം അഥവാ കുറ്റം, പാപം അഥവാ കുറ്റം. അവർ ചോദിക്കുകയാണ്, ഇവൻ പാപം ചെയ്തിട്ടാണോ, ഇവൻ്റെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടാണോ? സഹോദരി കേൾക്ക്, നിന്നെ മാത്രമല്ല നിന്റെ മാതാപിതാക്കളെ പോലും കുറ്റക്കാരാക്കുന്ന, ആ സ്തോത്രം, നീ മാത്രം പരിഹസിക്കപ്പെടുകയല്ല, നീ മാത്രം നിന്ദിക്കപ്പെടുകയല്ല, അല്ലേ? ഓ, ഇങ്ങനെ ഒരുത്തിയെ വളർത്തി വച്ചിരുന്നു. ആ തന്തയും തള്ളയും പറയണം, അപ്പനെയും അമ്മയും പോലും പറയുന്ന, നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ, നിനക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച അവരെ പോലും പൊതുസ്ഥലത്ത് അപമാനിക്കുന്ന, അവരെക്കുറിച്ച് അപവാദ വാക്കുകൾ പറയുന്ന, നിന്നെ പറഞ്ഞാൽ നിനക്ക് ക്ഷമിക്കുവാൻ കഴിയും. കാരണം നീ അത് കേട്ട് കേട്ട്, ഓ സ്തോത്രം, ആമേൻ, കരയുക സഹോദരി, കേട്ട് കേട്ട് അതൊരു ശീലമായി ദേവദാസനെ, അല്ലേ? പക്ഷെ എൻ്റെ അപ്പനും അമ്മയും പറയുമ്പോൾ അവരിതിനകത്ത് എന്ത് ചെയ്തിട്ടാ? നിന്റെ കുറ്റമല്ല, പരിമിതിയാ. എന്തോ പരിമിതി, പരിമിതി, നിന്റെ പരിമിതിയെ, സ്തോത്രം, പരിമിതി എന്താ? അവരെ പോലെ, അവരൊന്ന് പറയുമ്പോൾ രണ്ട് പറഞ്ഞ് നിനക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല. അവരെ പോലെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കുവാൻ കഴിയുന്നില്ല. അവരെ പോലെ മാറിയിരുന്ന് നുണ പറയാൻ പറ്റുന്നില്ല. അവരെ പോലെ അടിയുണ്ടാക്കാൻ പറ്റുന്നില്ല. അവരെ പോലെ കുടുംബം തകർക്കുവാൻ പറ്റുന്നില്ല. അവരെ പോലെ വൃഥാ സംസാരിച്ച് സമയം കളയുവാൻ കഴിയുന്നില്ല. അവൻ നിന്റെ പരിമിതി അതാ, നിന്റെ പരിമിതി അതാ. സ്തോത്രം. അവരുടെ മധ്യത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടല്ല, കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ടല്ല, സ്തോത്രം, അവർ പ്രതീക്ഷിക്കാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ തന്ന് എൻ്റെ യേശു നിന്നെ അവിടെ നിർത്തുവാൻ പോകുക. നിന്നെ ഒഴിവാക്കിയ അതേ ഭവനത്തിനകത്ത്, സഹോദരി ദൂതാണ്, ആമേൻ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്നെ ഇറക്കിവിട്ട അതേ ഭവനത്തിനകത്തേക്ക്, മാതാവേ, നിന്റെ തലമുറയെ ഇറക്കിവിട്ട അതേ ഭവനത്തിനകത്തേക്ക്, അതേ ജീവിതത്തിനകത്തേക്ക് അവളെ എൻ്റെ കർത്താവ് തിരികെ കൊണ്ടുവന്ന് തല നിവർത്തി നിർത്തുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി, ആമേൻ. നിന്നെ ഒഴിവാക്കുവാൻ പരിമിതികളെ, നിന്റെ പരിമിതികളെ കണ്ടെത്തി, സ്തോത്രം, പരിമിതികളെ കണ്ടെത്തി കുറ്റം പറയുക, ആമേൻ, സ്തോത്രം, നിന്റേതല്ലാത്ത കാരണത്തിന് പോലും, ആമേൻ, നിന്റെ പരിമിതിക്ക് കാരണം നിന്റേതല്ലാത്തതാണ്. നോക്കൂ, ഈ മനുഷ്യൻ കുരുടനായി ജനിക്കുവാൻ കാരണം ഇവൻ്റെ എന്തേലും കുഴപ്പമാണോ? നമ്മുടെ മക്കൾ, എന്നെ കേൾക്കുന്ന അമ്മമാർ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്, നിങ്ങളുടെ ഉദരത്തിൽ നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചു,
അവൻ എങ്ങനെ ആയിരിക്കണം, അവൻ എങ്ങനെ വളരണം, അവൻ്റെ പൊക്കം, അവൻ്റെ വണ്ണം, അവൻ്റെ നിറം, അവൻ്റെ ബുദ്ധി, ഇതെല്ലാം അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായതാണോ? അല്ല. സ്തോത്രം. അല്ല. അതെങ്ങനെ ആയിരുന്നാലും അത് അവൻ്റെ കുറ്റമല്ല. ചിലത് പരിമിതിയായുണ്ടാകും. ചില പരിമിതികളെ കുറ്റം പറയുവാൻ കാരണമാക്കി. അതെ, നിന്റെ സ്തോത്രം പരിമിതി ഒരു കുഞ്ഞില്ല. നീ കുറ്റം പറച്ചിലിനും പരിഹാസത്തിനും നിന്നയ്ക്കും കാരണമായിരിക്കുന്നു. പക്ഷേ കുറ്റം നിൻ്റെ അല്ല. നിനക്ക് മക്കളില്ല എന്നുള്ളൊരു പരിമിതി മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നിൻ്റെ കുഴപ്പമല്ല. എന്നിട്ടും നീ പരിഹസിക്കപ്പെടുക. നിന്റെ ഭർത്താവിൻ്റെ കുഴപ്പത്തിന് നീ പരിഹസിക്കപ്പെടുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ പോയി. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നിന്റേതല്ലാത്ത കുറ്റത്തിനും നീ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ. സ്തോത്രം. അതിന് നീ മഹത്വം എടുക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ നീ അത് മുഖാന്തരം മാനിക്കപ്പെടുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ മക്കളുടെ കുറ്റമല്ല. ആമേൻ. സ്തോത്രം. പലപ്പോഴും അത് നിങ്ങളുടെ പരിമിതിയായിരുന്നു, കുറ്റമല്ല. അവരുടെയും കുറ്റമല്ല, നിങ്ങളുടെയും കുറ്റമല്ല. പരിമിതിയാണ്, നിങ്ങളുടെ പരിമിതിയാണ്. ഇന്ന് നല്ല ജോലി നേടിയെടുക്കുവാൻ കഴിയുന്ന ആ കോഴ്സിന് അവരെ പഠിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കതിനുള്ള പാങ്ങില്ലായിരുന്നു, നിവർത്തിയില്ലായിരുന്നു. ഉള്ളത് കൊണ്ട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. അവർ പലയിടത്തും ചെല്ലുമ്പോൾ അവരെ മാറ്റി നിർത്തുന്നുണ്ട്. അവരുടെ പരിമിതിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അവരെയും കുറ്റം പറയുന്നു, നിങ്ങളെയും കുറ്റം പറയുന്നു. ആമേൻ. സ്തോത്രം. ആ പരിമിതിയെ മറികടന്ന് അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അവർ മാനിക്കപ്പെടുവാൻ, അവർ അനുഗ്രഹിക്കപ്പെടുവാൻ, കുറ്റം പറച്ചിലിനും പരിഹാസത്തിനും നിന്നയ്ക്കും അറുതി വരുവാൻ വേണ്ടത് എൻ്റെ യേശു ചെയ്യുവാൻ പോകുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ എൻ്റെ യേശു ചെയ്യുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പരിമിതി കൊണ്ട് അവൻ മാറി നിൽക്കുക. അവൻ്റെ റൂമിനകത്തിരിക്കുക. മാതാവ് നിന്നോടാ സ്തോത്രം. അവൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നില്ല. അവൻ ജോലി സ്ഥലത്തേക്ക് തിരികെ പോകുന്നില്ല. സ്തോത്രം. ആമേൻ. അവൻ്റെ ആ പരിമിതിയെ മറികടക്കുവാൻ വേണ്ടത് യേശു നൽകി. കുറ്റം പറഞ്ഞവരുടെ മുൻപിൽ അവരെ യേശു നിർത്തുവാൻ പോകുക. സ്തോത്രം. നിന്റെ തലമുറയോട് പറയ്, കുറ്റം പറഞ്ഞവരുടെ, പരിഹസിക്കുന്നവരുടെ മുൻപിൽ എൻ്റെ യേശു നിർത്തുവാൻ പോകുക. ആമേൻ. അപ്പം പേടിക്കും, അയ്യോ എനിക്കിനി പോകാൻ വയ്യ, ഇനിയും കുറ്റം പറയും. ഇല്ല. സ്തോത്രം. നോക്കൂ, നിങ്ങൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ പിന്നെ കുറ്റം പറച്ചിലൊന്നുമില്ല. പിന്നെ ആശ്ചര്യവും ചോദ്യം ചോദിക്കലുകളും. അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു, ഹൗ ഈസ് പോസിബിൾ, ഇതെങ്ങനെ സംഭവിച്ചു. സ്തോത്രം. ഇതെങ്ങനെ സംഭവിച്ചു. നോക്കൂ, ആദ്യം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാ. എന്താ കുറ്റം പറഞ്ഞേ? ഇവൻ പാവി, അല്ലെങ്കിൽ ഇവൻ്റെ അപ്പനും അമ്മയും പാവി, കുടുംബം മുഴുവനും പാവി. സ്തോത്രം. ചില പരിമിതികളെ പാപമെന്ന്, കുറ്റമെന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് നിന്നവരാ. ഇവനെക്കുറിച്ച് ഇവരിതൊന്നും പറയേണ്ട കാര്യമില്ല. നോക്കൂ, 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ മനുഷ്യനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അവർക്ക് താല്പര്യമില്ല, മിണ്ടാതെ അങ്ങ് പോകാം. പക്ഷേ ചുമ്മാതെ വിളിച്ച് അത് തന്നെ, മിണ്ടാതിരുന്ന പട്ടിയുടെ വായിൽ കമ്പിട്ട്, മിണ്ടാതിരുന്ന പട്ടിയുടെ വായിൽ വിരലിട്ട് കടിപ്പിക്കുന്നത് പോലെ ചുമ്മാതിരുന്ന ഒരു തരം. അവനെ കണ്ടിട്ട് അങ്ങ് തുടങ്ങി, അവൻ്റെ അപ്പനാണ്, അവൻ്റെ അപ്പൂപ്പനാണ്, അവൻ്റെ പലരും നിങ്ങളെ കുറ്റം പറയാൻ കാര്യമില്ല. അവർ വേറൊരു വഴി, നിങ്ങൾ വേറൊരു വഴി. ആമേൻ. സ്തോത്ര. അപ്പോൾ അങ്ങനെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്താ സംഭവിച്ചത്? കുറ്റം പറഞ്ഞതുകൊണ്ട് യേശു ഇടപെട്ടു. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കുറ്റം പറഞ്ഞത് കൊണ്ടാണ് യേശു ഇടപെട്ടത്. പലരും നിന്നെ പരിഹസിക്കുന്നത് കൊണ്ടാണ്, നിന്നെ കുറ്റം പറയുന്നത് കൊണ്ടാണ്, നിന്നെ അപമാനിക്കുന്നത് കൊണ്ടാണ് യേശു ഇടപെടുന്നത്. സ്തോത്രം. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഇവർ പരിഹസിച്ചതാ. ഇവർ പരിഹസിക്കുവാൻ വേണ്ടി, കുറ്റം പറയുവാൻ വേണ്ടി ഒരു വിഷയമുണ്ടാക്കിയ ഈ മനുഷ്യരിൽ. അപ്പോൾ അവരിങ്ങനെ നടന്നു പോവില്ലേ. അപ്പോൾ കുറേയൊക്കെ പോയി ബോറടിച്ച് കാണും. അവരുടെ ബോറടി മാറ്റാൻ ഒരു വിഷയം വേണം, ഒരു വിഷയം വേണം. അത് തന്നെ, പലരുടെയും ബോറടി മാറുവാൻ ഒരു വിഷയം വേണം. നീ എന്ന വിഷയം. ആമേൻ. പലർക്കും നേരം പോക്കിനൊരു വിഷയം വേണം, പലർക്കും സമയം കളയുവാനൊരു വിഷയം വേണം. ആമേൻ. ആ വിഷയമായി നീ മാറിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ സങ്കടം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷ, പലർക്കും നേരം പോക്കിനൊരു
ഒരു വിഷയമായി നീയും നിന്റെ ശുശ്രൂഷയും മാറിയിരിക്കുന്നു. പലർക്കും പരിഹാസമാണ്, പലർക്കും കളിയാക്കല. ആമേൻ, സ്തോത്രം. സ്തോത്രം, ആമേൻ, സ്തോത്രം. പലരും അങ്ങനെയാ നമ്മുടെ പരിമിതികളെ കുറ്റമായി കുത്തിക്കാണിച്ച് മുറിപ്പെടുത്തുവാൻ. സ്തോത്രം. ഞാൻ ഈ തൊണ്ടയുടെ സർജറി ചെയ്ത് വീട്ടിൽ റെസ്റ്റിലായിരിക്കുന്ന സമയം ഞങ്ങൾക്കൊരു പാസ്റ്റേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. നമ്മുടെ സഭയുടെ കൂട്ടായ്മയല്ല, അതിന് പുറത്തുള്ളൊരു കൂട്ടായ്മ. പരസ്പരം പ്രാർത്ഥിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ. അപ്പോൾ ഈ തൊണ്ടയുടെ ബുദ്ധിമുട്ട് വന്നത് അടുപ്പിച്ചടുപ്പിച്ച് വന്ന രണ്ടാമത്തെ പ്രതികൂലമാണ്. അതിന് തൊട്ട് മുമ്പ് ഞാൻ ചർച്ചിൻ്റെ മുകളിൽ നിന്ന് വീണു. എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ നട്ടലിൽ പൊട്ടലായി ആശുപത്രിയിൽ കിടന്നു. അവിടുന്ന് കർത്താവ് പുറത്ത് കൊണ്ടുവന്നു. അടുത്ത തൊണ്ടയുടെ സർജറി. അത് കഴിഞ്ഞ് സംസാരിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ സന്തോഷമായിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ട് സ്തോത്രം വീട്ടിലിരിക്കുമ്പോൾ അതിനൊപ്പം ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനും ചേർന്ന് പ്രാർത്ഥിക്കുവാനും വന്നൊരു ദൈവദാസൻ പറഞ്ഞൊരു സ്തോത്രം കാര്യം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുകയുണ്ടായി. സ്തോത്രം. ഇത് എന്തോ പ്രശ്നമാണ്, ഇങ്ങനെ അടിക്കടി വരുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്, അത് നമുക്ക് കണ്ടെത്തണം. മീൻസ് ഈ യേശുവിൻ്റെ ശിഷ്യന്മാരെ പോലെ നേരിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, നമുക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് മനസ്സിലാവില്ല. അപ്പോൾ എനിക്കെന്തോ കുഴപ്പമുണ്ട്, അത് കണ്ടുപിടിച്ചാൽ ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എസ് പറഞ്ഞാൽ അവർ കുഴപ്പം കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങാം എന്ന് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുഴപ്പം എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ സ്തോത്രം കുറ്റം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ കാരണം? ഒരു പരിമിതി. അത് എൻ്റെ കുഴപ്പമല്ല. എൻ്റെ തൊണ്ടയിൽ ബുദ്ധിമുട്ട് വന്നത് എൻ്റെ കുഴപ്പമല്ല. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു, ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്നു. നിങ്ങൾക്കറിയാമല്ലോ, കൊറോണ സമയത്ത് ഫുൾ ലൈവിലാണ് സൂമ്, നമ്മുടെ മീറ്റിങ്ങുകൾ, ഇങ്ങനെ ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടാണ് തൊണ്ടയിൽ ആ ഒരു ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ അത് എൻ്റെ കുറ്റമല്ല, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടല്ല, ഞാൻ എന്തെങ്കിലും പാപം ചെയ്ത്, എൻ്റെ ഒരു പരിമിതിയാണ്, എൻ്റെ ശരീരത്തിൻ്റെ ഒരു പരിമിതിയാണ്. എൻ്റെ ശരീരത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വന്നത്. എൻ്റെ വീഴ്ചയും അങ്ങനെ തന്നെ. എൻ്റെ ശരീരത്തിൻ്റെ പരിമിതിയായിരുന്നു. ഞാൻ ഉപവാസത്തോടെ നിന്ന് 7ാമത്തെ ദിവസമാണ് ചർച്ചിൻ്റെ മുകളിൽ പടിക്കായിട്ട് കയറിയത്. അവിടെ നിന്നാണ് വീണത്. അതെൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയായിരുന്നു, പരിമിതിയായിരുന്നു. അല്ലാതെ കുറ്റമല്ല, പരിമിതി. കുറ്റവും പരിമിതി തിരിച്ചറിയുവാൻ കഴിയാത്ത ഫോഷന്മാരുടെ മധ്യത്തിലായിരിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ദേവദാസനെ, എൻ്റെ ഭവനത്തിനകത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിരുന്ന അവസ്ഥയൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. ഞാൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും സന്തോഷത്തോടെ, എനിക്കെൻ്റെ സാക്ഷ്യം പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ ഈ സ്റ്റുഡിയോ ഉള്ള ഈ വീട്ടിനകത്ത് വന്ന സമയം, ഈ വീടായിരുന്ന സമയം, അത് കഴിഞ്ഞ് പടിപടിയായി കർത്താവ് ഞങ്ങളെ മാനിച്ച് ഉയർത്തിയത്, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് തന്നത്, ഞങ്ങളത് നിലനിർത്തിയത്, ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ആ ദേവദാസനോട് പറഞ്ഞു, പാസ്റ്ററെ, ഇത്രയും സന്തോഷങ്ങൾ തന്നപ്പോൾ ഞാൻ സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചു. സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുത്തു. ഈ ബുദ്ധിമുട്ടിനെ ഞാൻ അതുപോലെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. കുറ്റവും ശിക്ഷയും ഒന്നും വിധിക്കാൻ ആരും നിൽക്കണ്ട. എൻ്റെ ദൈവം ഇതുവരെയും എനിക്ക് നല്ലത് ചെയ്തു, അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. നിങ്ങൾ പറയുന്നു ഇത് ദോഷമാണ്, ഇതും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പാട്ടുകാരനെ പോലെ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് കയ്യിൽ തന്നാലും സന്തോഷത്തോടെ അത് വാങ്ങി സ്തോത്രം ചെയ്ത് പാനം ചെയ്യുവാനുള്ള ആർജവം ചുരുക്കം പേരിൽ ഒരാളെ പോലെ എനിക്കുമുണ്ട്, നിങ്ങൾക്കും അത് ഉണ്ടാകണം. ആമേൻ, സ്തോത്രം. അപ്പോൾ കുറ്റം വിധിക്കുന്നവരാണ് ഒപ്പം ഉള്ളവർ. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കുക, ദേവദാസനെ അവർ പറഞ്ഞത് ശരിയാണോ? ശരിയാണെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് കർത്താവ് കൊണ്ടുവരത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചിലർക്ക് കുറ്റം വിധിക്കുവാനും ചിലർക്ക് പരിഹസിക്കുവാനുമുള്ള ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, അടുത്തൊരു ലെവലിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരുവാൻ പോകുന്നു. എവിടെ നിന്ന് എവിടേക്ക്? കുറ്റം കേൾക്കുന്നവരിൽ നിന്ന് ആശ്ചര്യത്തോടെ നോക്കുന്നവരുടെ ആ ഒരു അനുഭവത്തിലേക്ക്. യേശുവിൻ നാമത്തിൽ ഇവൻ്റെ അടുക്കൽ പിന്നെ ഒത്തിരി പേര് വന്നുകൂടിയ, പുരോഹിതന്മാരൊക്കെ വന്നുകൂടുന്നു. സ്തോത്രം. തമ്മിൽ തർക്കമായി. അവനല്ല, ഇവനല്ല, ആൾ മാറിയവനാക്കി നിന്നെ മാറ്റും. ശുശ്രൂഷക, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആൾ മാറിയവനാക്കി ഇന്ന് നിന്നെ കുറ്റം പറയുന്ന, ഇന്ന് നിന്നെ മാറ്റി നിർത്തുവാൻ മത്സരിക്കുന്നവർ ആൾ മാറിയവനായി നിന്നെ കാണുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, സ്തോത്രം. ആ രോഗത്തെ യേശു സൗഖ്യമാക്കും. നിന്റെ പരിമിതിയാ, അല്ലാതെ നിനക്ക് രോഗം വന്നത് നിന്റെ പരിമിതിയാ, നിന്റെ ശരീരത്തിൻ്റെ പരിമിതിയാ. ആ പരിമിതിയെ യേശു മറികടക്കുമാറാക്കും. അതേ, നീ തീർന്നു പോകുമെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ എൻ്റെ യേശു തല നിവർത്തി നിന്നെ നിർത്തും.
നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ പ്രിയപ്പെട്ടവരെയും കുറ്റം പറയിപ്പിക്കുവാൻ ഇടയാക്കിയ, നീ തലകുനിക്കുവാൻ ഇടയാക്കിയ അതേ അവസ്ഥയിൽ നിന്ന്, അതേ പരിമിതിയിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. അവരുടെ മധ്യത്തിൽ അതേ സന്തോഷത്തോടെ പറയട്ടെ, നീ കൈ നീട്ടിയത് പരിമിതി, നിൻ്റെ പരിമിതി കൊണ്ടാണ് നീ കൈ നീട്ടിയത്. നിന്ദിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്, തക്ക സമയത്ത് കൊടുക്കുവാൻ കഴിയാതെ നീ തലകുനിച്ചത് നിൻ്റെ പരിമിതി കൊണ്ടാണ്, അല്ല നിൻ്റെ കുറ്റം കൊണ്ടല്ല, നിൻ്റെ പരിമിതി. ഒരുപാട് പരിഹസിച്ചു, ഒരുപാട് കളിയാക്കി, പോയി ചത്ത് കളയാൻ പറഞ്ഞു. സഹിക്കാൻ പറ്റത്തില്ല അല്ലേ സഹോദര, പോയി ചത്ത് കളയാൻ പറഞ്ഞു. നീ കൈ നീട്ടുന്നവനായപ്പോ, നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കേണ്ടി വന്നപ്പോൾ പോയി ചത്ത് കളയ്. നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന? പോയി ചത്ത് കളയ്. ചെവിക്കകത്തത് മുഴങ്ങുക. കേൾക്ക്, ആ പരിമിതിയെ മറികടക്കുമാറാക്കി അവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് നിന്നെ നിർത്തുവാൻ പോകുക. വിശ്വാസത്തോടെ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്നത്തെ സാഹചര്യം നോക്കണ്ട, ഇന്നത്തെ അവസ്ഥ നോക്കണ്ട. ആമേൻ, സ്തോത്രം. യേശുവിൻ്റെ വാക്ക് കേൾക്കുമ്പോഴും അവൻ കുരുടനാണ്. ഒരിക്കൽ കൂടി വിളിച്ചു പറയട്ടെ, ജന്മനാൽ കുരുടനായവൻ യേശുവിൻ്റെ വാക്ക് കേൾക്കുമ്പോഴും അവൻ കുരുടനാണ്. എന്നാൽ യേശുവിൻ്റെ വാക്ക് അവൻ വിശ്വസിച്ചു. യേശു പറഞ്ഞത് അവൻ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ അവൻ വെളിച്ചമുള്ള ലോകത്തിലേക്ക് കടന്നു വന്നതുപോലെ, അഥവാ കാഴ്ച ഉള്ളവനായി മാറിയതുപോലെ. നിന്റെ സാഹചര്യം നോക്കണ്ട, നീ വിശ്വസിക്കുമെങ്കിൽ നീ കൈകെട്ടി നിന്നവർക്ക് കൈനീട്ടി കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളെ നിറയ്ക്കുവാൻ പോകുക. കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു സ്തോത്രം പറയും. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അപ്പാ, ഈ കരങ്ങളെ അങ്ങ് നിറയ്ക്കുന്ന, ഈ കരങ്ങളെ അങ്ങ് വർദ്ധിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. സഹോദര, നീ കൈ നീട്ടി കൊടുക്കുവാൻ തക്കവണ്ണം പരിമിതികളെ മറികടക്കുവാൻ സ്തോത്രം. അത് പരിമിതിയാണ്. നല്ലൊരു വിവാഹത്തിന് വേണ്ടി മുടക്കേണ്ടത് മുടക്കുവാൻ കഴിയാത്തത് നിന്റെ മാതാപിതാക്കളുടെ പരിമിതിയാണ്, അല്ലാതെ കുറ്റമല്ല. സ്തോത്രം. അവർ മനുഷ്യരല്ലേ, കൂട്ടിയാൽ കൂടുന്നതല്ലേ കൂടത്തുള്ളൂ. അതിൻ്റെ പേരിൽ പരിഹസിക്കപ്പെടുമ്പോൾ, അതിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുമ്പോൾ കേൾക്ക്, അപമാനിക്കപ്പെട്ട സ്ഥാനത്ത് നിന്റെ മകൾ ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് അതേ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവുമായി നിന്ന് നിന്റെ തല നിവർത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. ആ വിവാഹം നടക്കുക. പ്രാർത്ഥിക്കുക. സ്തോത്രം. മാതാവേ പ്രാർത്ഥിക്കുക, നിന്റെ മകളുടെ വിവാഹം നടക്കുക, ആ തടസ്സം മാറുക. ഓ ആമേൻ, സ്തോത്രം. അത് പരിമിതിയാണ്. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായൊരു ഭവനമില്ലാത്തത് പരിമിതിയാണ്, കുറ്റമല്ല. സ്തോത്രം. കുറ്റമല്ല, പരിമിതിയാണ്. നിന്റെ പരിമിതി നിന്റെ മക്കളുടെ കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും പോലും കേൾക്കുവാൻ ഇടയാക്കി മാറ്റിയിരിക്കുന്നു. അതാണ് നിന്നെ സങ്കടപ്പെടുത്തുന്നത്. സ്തോത്രം. നീ മക്കൾ വളരണം, അവർക്ക് നല്ല ആഹാരം കൊടുക്കണം, അവർക്ക് വസ്ത്രം വേണം, അവരെ പഠിപ്പിക്കണം. വീട്ടിൻ്റെ കാര്യം അത് പിന്നീടല്ലേ എന്ന് ചിന്തിച്ചു. പക്ഷേ ഇന്ന് അവർ പോലും കുറ്റം പറയുന്നു, അവർ പോലും പരിഹസിക്കുന്നു. നിന്നെ ഒരു കഴിവ് കെട്ടവനാക്കി, അത് തന്നെ നിന്നെ ഒരു കഴിവില്ലാത്തവനാക്കി, കഴിവ് കെട്ടവനാക്കി ചിത്രീകരിക്കുന്നവരുടെ മധ്യേ മനോഹരമായ ഭവനം തന്നു. യേശുവിൻ നാമത്തിൽ എൻ്റെ കർത്താവ് നിന്റെ ആ പരിമിതിയെ മറികടക്കുമാറാക്കിയ സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം പ്രാർത്ഥിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭവനം സ്തോത്രം നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. ആ രൂപത്തിൽ ആ പെയിൻ്റൊക്കെ അടിച്ച് ആ ലൈറ്റൊക്കെ ഇട്ട് യേശുവിൻ നാമത്തിൽ ഒരു വൈകുന്നേരം 7 മണിക്ക് ആ ഭവനം ലൈറ്റിട്ട് കാണുന്ന അതേ അനുഭവം ഉള്ളിൽ കണ്ട് പ്രാർത്ഥിക്കുക യേശുവിൻ നാമത്തിൽ. അപ്പോൾ ഇവരുടെ ഉള്ളിൽ കാണുന്ന ആ ഭവനം അങ്ങ് ഇവർക്ക് നൽകി ഇവരെ മാനിക്കുന്ന കൃപയ്ക്ക് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വിറ്റിട്ടോടിയതാ നിന്നോടാ ദൂത. ആമേൻ. അവിടേക്ക് നിന്നെ തിരികെ വരുത്തി, നിന്റെ പരിമിതി കൊണ്ട് നീ വിറ്റു, അവിടേക്ക് നിന്നെ തിരികെ വരുത്തി എൻ്റെ കർത്താവ് മാനിക്കുവാൻ പോകുക. നീ ഒഴിവാക്കപ്പെട്ടു, ചില സ്ഥാനങ്ങളിൽ നീ ഒഴിവാക്കപ്പെട്ടു, അവിടേക്ക് നിന്നെ തിരികെ വരുത്തി എൻ്റെ കർത്താവ് മാനിക്കുവാൻ പോകുക. വിറ്റിട്ട് പോയ സ്ഥാനത്ത് തന്നെ നിനക്ക് സ്വന്തമായി വാസ്തു തന്ന്, ഓ സ്തോത്രം, അവിടെ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭവനം തന്ന് നിന്നെ ഒഴിവാക്കിയവരുടെ മധ്യത്തിൽ അവകാശത്തെ തന്നു. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. സ്തോത്രം. ആമേൻ. ആ പരിമിതിയെ മറികടക്കുവാനുള്ളത് ഇവിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. പ്രഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുവാനുള്ളൊരു കാരണം കൂടെ പറഞ്ഞു തരാം. ആരാണ് മിണ്ടാതെ വഴിവക്കിലിരുന്ന ഒരുത്തനെ വലിച്ചു കീറി അവൻ്റെ കുറ്റവും അവൻ്റെ പാപവും ഒക്കെ പറഞ്ഞ് പരിഹസിച്ചത് വഴിയെ കൂടെ പോയ ഏവനെങ്കിലും ഒരുത്തനല്ല, യേശുവിൻ്റെ ശിഷ്യന്മാർ. സ്തോത്രം. ഭയങ്കര ടീംസാ, ഭയങ്കര പുള്ളികളാ. ആമേൻ. സ്തോത്രം. ആരാ കുറ്റം പറയുന്നത്? നിന്റെ പാപത്തെ
സ്തോത്രം, കാണുമ്പോൾ എടുത്ത് തലയിൽ വെച്ചുകൊണ്ടു, പാപം, നീ ഭാവി, നിന്റെ അപ്പൂപ്പൻ ഭാവി, നിന്റെ അമ്മൂമ്മ ഭാവി. സ്തോത്രം. സ്തോത്രം. അതാ സങ്കടമല്ലേ. എന്നാലും ഇവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എവിടെ? ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവർക്കാർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. യേശുവിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ മനസ്സുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. ആ പാസ്റ്ററോട് ഞാൻ പറഞ്ഞില്ലേ, കഷ്ടം വന്നാലും ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കും, ദുഃഖത്തിൻ്റെ പാനപത്രം ഞങ്ങൾ സന്തോഷത്തോടെ വാങ്ങും. എന്തെന്നറിയാമോ? ആ ദുഃഖങ്ങളൊക്കെ ഞങ്ങളുടെ പ്ലസ്സാന്നേ. ആ ദുഃഖങ്ങളൊക്കെ ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹം എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നവരാ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം കൊത്തി പറിക്കുവാൻ വേണ്ടി നിന്ന് കൊടുത്തിട്ടുള്ളവരാ ഞങ്ങൾ. തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുള്ളവരാ. പരിഹാസം, നിന്ന, അപമാനം, സ്വന്തക്കാരിൽ നിന്ന്, ബന്ധക്കാരിൽ നിന്ന് ഉപദ്രവം, ഇറക്കി വിടപ്പെട്ട അനുഭവം ഈ ഒരു മീഡിയത്തിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിലധികം ഇന്നും അനുഭവിക്കുന്നുണ്ട്. ഓരോ ടേണിംഗ് പോയിന്റുകൾ ജീവിതത്തിലുണ്ടാകുമ്പോഴും ഞങ്ങൾക്കത് ടേണിംഗ് പോയിൻ്റാണ്. പുറത്തു നിൽക്കുന്നവർക്ക് അതൊരു അവസരമാണ്, വളഞ്ഞിട്ട് ആക്രമിക്കുവാനുള്ളൊരു അവസരം. ഒട്ടും പാഴാക്കത്തില്ല, വളഞ്ഞിട്ട് ആക്രമിക്കും, അപമാനിക്കും, നിന്ദിക്കും. സ്തോത്രം. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടിട്ട് ആ വീട്ടിൽ താമസിക്കുന്നവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ അവരെ ഇറക്കി വിട്ടെന്ന്. ആമേൻ. ഇത് കേട്ട് എന്നോട് വന്ന് ചോദിക്കുന്ന ചില ബിരുദന്മാരുണ്ട്, എന്നാലും നീ എന്തിനാ അവരെ ഇറക്കി വിട്ട? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ കർത്താവ് ഇവനൊക്കെ പൊട്ടനാണോ? ഇറക്കി വിട്ടെങ്കിൽ ഞാനല്ലേ അവിടെ താമസിക്കാറ്. ഇത് എന്നെ ഇറക്കി വിട്ട് അവിടെ താമസിക്കുന്ന അവരുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ഇറക്കി വിട്ടെന്ന്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. സ്തോത്രം. ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുറ്റമല്ല, പരിമിതിയാ. അവർക്കൊപ്പം ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തത്, അവർക്കൊപ്പം കൂട്ടാൻ ചേരാൻ പറ്റാത്തത്, കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന് അത് മനുഷ്യൻ്റെ മുഖം നോക്കിയെടുത്ത തീരുമാനമല്ല. ഞങ്ങളുടെ കുഞ്ഞിനെ 3 ദിവസം ആയുസ് പറഞ്ഞ കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തിരിച്ചു തന്നപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനമാണ്, ഇനി ഈ ദൈവത്തിന് വേണ്ടി നിൽക്കും. എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് അവനെ സൗഖ്യമാക്കുവാൻ 3 ദിവസം കരയാനല്ലാതെ, കരഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ച് ഭ്രാന്തനെ പോലെ പോകാനല്ലാതെ എനിക്കൊന്നും കഴിഞ്ഞില്ല. 3 വയസ്സായ കുഞ്ഞിൻ്റെ ഹാർട്ടിനകത്ത് ഓപ്പറേഷൻ ചെയ്യുന്ന ആ ഡോക്ടർമാരെ കണ്ടെത്തുവാനുള്ള അറിവ് എനിക്കില്ല. അങ്ങനെയുള്ള ഹോസ്പിറ്റൽ കണ്ടെത്തുവാനുള്ള അറിവ് എനിക്കില്ലായിരുന്നു. നല്ല ശമ്പളത്തിനുള്ള ജോലി ഉണ്ടായിരുന്നു, നല്ല ശമ്പളം ഉണ്ടായിരുന്നു. ആ ശമ്പളം വെച്ച് കണ്ടെത്താൻ പറ്റിയില്ല. എനിക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ബാങ്കിങ് ഫീൽഡിൽ തന്നെ. അവർക്ക് എനിക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റിയില്ല. ഞാൻ പരാജിതനായിപ്പോയ സമയമാണ്. എന്തും ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിരുന്ന സമയത്ത്, സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ 3 ദിവസങ്ങൾ. എനിക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴും എല്ലാം ചെയ്യുന്ന ഒരുവൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതത്തെ ഞാൻ കണ്ടതാണ്. അന്ന് തീരുമാനിച്ചത് യേശുവിന് വേണ്ടി നിൽക്കും, യേശുവിന് വേണ്ടി മാത്രമേ നിൽക്കത്തുള്ളൂ. സംഘടനയ്ക്ക് വേണ്ടി നിൽക്കത്തില്ല, ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി നിൽക്കത്തില്ല, ആരുടെയെങ്കിലും ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിൽക്കത്തില്ല, ആരുടെയെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കത്തില്ല. യേശുവിന് വേണ്ടി നിൽക്കും. അതുകൊണ്ട് നിങ്ങളെ കുറ്റം പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ പരിമിതിയാണ്. നിങ്ങൾ അവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തപ്പെടുന്നത്, നിങ്ങൾ അവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നത്, നിങ്ങൾ അവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടേണ്ടി വരുന്നത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ പരിമിതിയാണ്. നിങ്ങളുടെ പരിമിതിയാണ്. ആ പരിമിതിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശുവിന് കഴിയും. ആമേൻ. ആ യേശുവിനൊപ്പമായിരിക്കുവാൻ, അതാണ് ഏറ്റവും വലിയ വിഷയം. എങ്ങനെ സാധിക്കും? അത് തന്നെ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തോടെ ആ യേശുവിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ. അത് തന്നെ ഉപവാസം, ഉപനോടുകൂടെ വസിക്കുക, ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുക, അവൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ. പ്രിയരെ, ഞാൻ പിന്നെയും പറയാം, ഈ ജഡം വലിയ പ്രശ്നമാണ്, അനുസരിക്കാനൊന്നും സമ്മതിക്കത്തില്ല. ഉപവസിച്ച് ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്തിയാൽ, ഇന്നർ മാൻ ശക്തിപ്പെട്ടാൽ യേശുവിൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കും, ദൂതുകൾ ഏറ്റെടുക്കും. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഉപവസിക്കുവാൻ റെഡിയാണോ? ഈ പരിമിതിയെ മറികടക്കുവാൻ. ഒറ്റയ്ക്കല്ല, പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്തോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. അവരുടെ മുമ്പിൽ തന്നെ യേശു, അവരുടെ മുമ്പിൽ കുറ്റം പറയുന്നത് ആരായിരുന്നാലും
അവരുടെ മുമ്പിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തി നിങ്ങളെ മാനിക്കും. നിന്ദിച്ചവരുടെ മധ്യത്തിൽ നിങ്ങളെ ആശ്ചര്യമാക്കി എൻ്റെ യേശു മാറ്റും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കേണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക. അവരോട് പറയുക, നമുക്ക് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കാം. ഏറ്റവും ശ്രേഷ്ഠമേറിയത് നമുക്ക് പ്രാപിച്ചെടുക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവിൽ. തുടർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. പോകരുത്, ചേർന്ന് പ്രാർത്ഥിക്കുക. വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ സാക്ഷ്യമായി നമ്മൾ ലോകത്തോട് വിളിച്ചു പറയും. റെഡിയല്ലേ? എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. കുറ്റപ്പെടുത്തലില്ല, പരിഹാസമില്ല, കളിയാക്കലില്ല. പരിമിതികളെ മറികടക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ശക്തനാക്കുന്ന യേശുവിനൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കും. ആമേൻ. നിങ്ങൾക്കൊരു ആത്മീയാരാധന, യേശുവിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന ഒരു ആത്മീയാരാധന മിസ് ചെയ്യുന്ന പക്ഷം ജോയിൻ ചെയ്യുക. ലോകത്തിലേത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും. കടന്നു വരുവാൻ കഴിയുന്ന സ്ഥാനത്ത് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളൊരു ആരാധനയ്ക്ക്, ആത്മീയ ആരാധനയ്ക്ക് കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കുടുംബമായി സ്വാഗതം. 12 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ കുട്ടികളുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും, വലുതാകും. യെസ്, സാത്താൻ്റെ തല തകർക്കുന്ന അഭിക്ഷിതന്മാരായി തന്നെ. അപ്പോൾ ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. ഒരുമിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധി വർദ്ധിച്ചു വരാം. കണ്ണടച്ച് വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, ആ നിന്ദയും പരിഹാസവും അപമാനവും കേട്ട് തലകുനിച്ച സ്ഥാനത്ത് നിന്നും ആശ്ചര്യത്തിലേക്ക് ഇവരെ അങ്ങ് കൊണ്ടുവന്ന കൃപയ്ക്ക് മറ്റുള്ളവരുടെ ആശ്ചര്യമാക്കി സ്തോത്രം. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കും വിധത്തിൽ ഇവരുടെ ജീവിതത്തെ അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ, ഇവരിൽ രോഗികളായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കണമേ. എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അസ്ഥികളെ ദ്രവിപ്പിക്കുന്ന രോഗങ്ങൾ വിട്ടുമാറട്ടെ. യെസ്, സർജറിക്കായി നിയമിക്കപ്പെട്ടായിരിക്കുന്നവർ സ്തോത്രം, ഭയന്നായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ. സ്തോത്രം. ആന്തരിക അവയവങ്ങളിൽ ട്യൂമറുകൾ ബാധിച്ചു സർജറി പാടാണെന്ന് ചിന്തിച്ചായിരിക്കുന്നവർ, ഡോക്ടർമാരുടെ വാക്കുകൾ ഭയപ്പെടുത്തുന്നുണ്ട്. ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് സൗഖ്യമാക്കി യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ബെഡേൽ രോഗിയായി കിടക്കുന്ന കുഞ്ഞിനുമേൽ കരം വെച്ച് പ്രാർത്ഥിക്കും, മാതാവേ കർത്താവ് സൗഖ്യമാക്കുക. താങ്ക് യു ലോർഡ്. ഇമ്പോർട്ടൻസി മാറിപ്പോകി. ഉത്തരഫലങ്ങൾ ജനിക്കുക. പ്രാർത്ഥിക്കുക, അത് രോഗമാണ്. രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുക. ചില പൈശാചിക ബാധിപ്പുകൾ സ്വസ്ഥതയെയും സമാധാനത്തെയും ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെ തകർത്ത് കളയുന്ന ചില പൈശാചികമായ ബാധിപ്പുകൾ വിട്ടുപോ. ആമേൻ, ആമേൻ. ജന്മനാലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അപ്പം കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. അപ്പം ഇവരുടെ നന്മകളെ അവകാശം പറയുന്ന എല്ലാ പോരുകളെയും അങ്ങ് തകർക്കണമേ. ചില വ്യക്തികൾ ചിലരുടെ നന്മകളെ കവർന്നു വയ്ക്കുന്ന അനുഭവം, അന്യായമായി കവരുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ഇവർക്ക് ലഭിക്കേണ്ടത് തക്ക സമയത്ത് ഇവരുടെ കരങ്ങളിൽ നൽകി ഇവരെ അങ്ങ് മാനിച്ചാട്ടെ. അങ്ങനെ സാന്നിധ്യം കൊണ്ട് ഇവരെ അങ്ങ് നിറച്ചാട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് നിന്ന മാറുന്ന അത്ഭുതം അവരുടെ ജീവിതത്തിൽ ചെയ്യണമേ. നല്ല ജോലി നൽകണമേ. നല്ല സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ, തൊഴിൽ മേഖലയുടെ വിശാലതയ്ക്കായി ഇവർക്ക് മുമ്പിൽ തുറന്നു വരട്ടെ. നിന്ന മാറുവാൻ, തലകുനിയുന്ന അവസ്ഥ മാറുവാൻ സ്വർഗ്ഗം അത്ഭുതം പ്രവർത്തിക്കണമേ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. സ്തോത്രം. വിദേശങ്ങളിലുള്ള ജോബ് തടസ്സങ്ങൾ മാറട്ടെ. PR ലഭിക്കട്ടെ. ഇക്കാമകൾ അടിച്ചു കിട്ടട്ടെ. ലൈസൻസുകൾ ലഭിക്കട്ടെ. ചില ടെസ്റ്റുകൾ എഴുതിയാൽ മാത്രം മുൻപോട്ട് പോകുവാൻ കഴിയുമെന്ന് ചിന്തിച്ചായിരിക്കുന്നവർ, ആ ടെസ്റ്റുകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. OET, IELTS, പ്രോമെട്രിക് എക്സാമുകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ചില പേപ്പേഴ്സ് സൈൻ ചെയ്ത് കിട്ടട്ടെ. യേശുവിൻ നാമത്തിൽ അപ്പൻ അതങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പോൾ രാജ്യങ്ങളുടെ വാതിലുകൾ വാഗ്ദത്ത നിവർത്തിക്കായി തുറക്കപ്പെടട്ടെ. രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ പുറത്തു വരട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, തലമുറകളും അവരുടെ വിദ്യാഭ്യാസവും അനുഗ്രഹമായി തീരട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ പ്രാർത്ഥിച്ചോട്ടെ. കർത്താവ് കരങ്ങളിൽ നന്മ നൽകി മാനിക്കുക. സ്തോത്രം. അഡ്മിഷനുകൾ ലഭിക്കുക. താങ്ക് യു ലോർഡ്. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. കുടുംബങ്ങളെ തകർത്ത് കളയുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളും അഴിഞ്ഞു മാറട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ.
ഉദരഫലങ്ങൾ ജനിക്കട്ടെ, വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ, ഭവനങ്ങൾ പണിയട്ടെ, മനോഹരമായ ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുക. യേശുവേ, ഇവർക്കങ്ങ് മനോഹരമായ ഭവനങ്ങൾ നൽകണം. ഇവർ വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശത്തിന് മധ്യത്തിൽ ഇവരായിരിക്കുന്ന സ്ഥാനത്ത് ഇവർ ഒരു ആശ്ചര്യമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കും, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ ദൈവം വെച്ചാൽ നമ്മൾ അനുഗ്രഹിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.